VS ഇല്ലാത്ത ദിനങ്ങളിലേക്ക് കേരളം മലയാളി കടന്നിരിക്കുന്നു. ആ വേർപാട് വിയോഗം സൃഷ്ടിച്ച ശൂന്യത എത്ര വെളിവാണ് എന്ന് ഇപ്പോൾ വെളിപ്പെട്ട് വരുന്നുണ്ട് എന്നതാണ് വാസ്തവം. വിപ്ലവ കേരളത്തിന്റെ സൂര്യ തേജസ് VS എന്ന രണ്ടക്ഷരം മലയാളിക്കാരാണ് എന്നത് അത്രയേറെ വികാര വായ്പകളോടെ ജനസമുദ്രം ഒഴുകിയെത്തിയ ജനസമുദ്രം അദ്ദേഹത്തിന്റെ വിലാപയാത്രയിലേക്ക് എത്തിയ ആൾക്കടൽ തെളിയിച്ചു എന്നത് വസ്തുതയാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് വലിയ ചുടുകാട്ടിലാണ്. അദ്ദേഹത്തിന്റെ സംസ്കാരം നടന്ന പുന്നപ്ര വയലാറിന്റെ വിപ്ലവ മണ്ണ്. അവിടെ ഇപ്പോഴും ആൾത്തിരക്ക് ഒഴിഞ്ഞിട്ടില്ല എന്നതാണ്. ഇടയ്ക്ക് ഇടവിട്ട മഴ അതിശക്തമായി ലഭിക്കുന്നുണ്ട്, ഇടയ്ക്കിടയ്ക്ക് തെളിയും, പക്ഷേ ശക്തമായ മഴയുണ്ട്. പലപ്പോഴും ഇങ്ങോട്ടേക്ക് വിവിധയിടങ്ങളിൽ നിന്ന് ആ വിലാപയാത്രയ്ക്ക് അന്ത്യയാത്രാ സമയത്ത് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ കഴിയാതെ പോയ മനുഷ്യരുണ്ട്. അല്ലാത്ത മനുഷ്യരും ഇങ്ങോട്ടേക്ക് വിവിധ സ്ഥലങ്ങളിൽ നിന്ന്, കേരളത്തിൻ്റെ വിവിധ ദേശങ്ങളിൽ നിന്ന് എത്തുന്നു, അന്ത്യാഞ്ജലി അർപ്പിക്കുന്നു, ഇവിടെ പുഷ്പാർച്ചന നടത്തുന്നു. ഇന്ന് VSന്റെ മകൻ VA അരുൺകുമാറും വളരെ വൈകാരികമായാണ് പ്രതികരിച്ചത്. ആ വിയോഗം അംഗീകരിച്ചു വരുന്നതേയുള്ളൂ. ഒന്നാമത് നമുക്ക് പ്രതീക്ഷയുണ്ടായിരുന്നില്ലല്ലോ, ഇങ്ങനൊരു വിയോഗം പെട്ടെന്നുണ്ടാവും എന്നുള്ള ഒരു വിചാരം ഞങ്ങൾക്ക് ആർക്കും ഉണ്ടായിരുന്നില്ല. ആര് ചോദിക്കുമ്പോഴും നമ്മൾ ബെറ്ററായി വരുന്നു എന്നുള്ള പ്രതീക്ഷയാണ് പങ്കുവച്ചിരുന്നത്. അപ്പോൾ ആ ഒരു മെസ്സേജാണ് എല്ലാവർക്കും ഉണ്ടായിരുന്നത്. അപ്പോൾ ഹോസ്പിറ്റലിലെ പാർട്ടി നേതാക്കന്മാരും അച്ഛനെ സ്നേഹിക്കുന്ന ആളുകളെല്ലാം തന്നെ ഇത് അന്വേഷിക്കുമ്പോഴൊക്കെ തന്നെ നമ്മൾ ആ ഒരു മെസ്സേജാണ് കൊടുത്തുകൊണ്ടിരുന്നത്. ആളുകൾ ഇപ്പോഴും ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അവരോടൊക്കെ നമ്മൾ പ്രതികരണം ആരാഞ്ഞു. അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങളായിരുന്നവർ മുൻപ് അവർ വൈകാരികമായി പ്രതികരിച്ചു. സാധാരണക്കാരായ മനുഷ്യർ അവരിങ്ങനെ വൈകാരികമായി പ്രതികരിക്കുന്നത് കേട്ടു. അവരും ഇപ്പോഴും ആ വിയോഗം ഉൾക്കൊള്ളാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല എന്നത് ആ പ്രതികരണങ്ങളിൽ നിന്ന് വ്യക്തമാണ്. ഈ സോഫ്റ്റ്വെയർ ആണ് കുട്ടികളെ കേരളത്തിൽ പഠിപ്പിക്കുന്നതെങ്കിൽ കുട്ടികൾ മൈക്രോസോഫ്റ്റിൻ്റെ അടിമയായി പോകും. മൈക്രോസോഫ്റ്റിൻ്റെ എന്നല്ല, ഏതൊരു സോഫ്റ്റ്വെയറിൻ്റെ അടിമയായി പോകുന്നത് വൈജ്ഞാനിക വ്യാപനത്തിന് തടസ്സമാകുന്നൊരു പ്രക്രിയയുമായി ഒരു ബഹുരാഷ്ട്ര ഭീമൻ വരുന്നു. ഇതായിരുന്നു VSന്റെ പഞ്ച്. VS അത് വളരെ വിശദമായി കുറിച്ചെടുക്കുകയും പഠിക്കുകയും ചെയ്തു. പിറ്റേ ദിവസം രാവിലെ അതിനു വേണ്ടിയിട്ട് ഒരു പത്രപ്രസ്താവന പുറത്തിറക്കി. അന്ന് മുതൽ VS സമരത്തിന് പറഞ്ഞു. കോവളം കൊട്ടാരത്തിലെടുത്ത നിലപാട്, അത് VS എടുത്ത നിലപാട് തന്നെ ശരിയെന്ന് പിന്നീട് ബോധ്യപ്പെട്ടു. പത്മനാഭസ്വാമി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് നടത്തിയ ഇടപെടലുകൾ, നമ്മളൊരു വിഷയം ഏറ്റെടുത്താൽ അതിൻ്റെ അവസാനം വരെ ഉണ്ടാകണം എന്നാണ് VS നൽകിയ ഉപദേശം. VS എന്താണോ തീരുമാനം, ആ തീരുമാനം അത് എൻ്റെ അടുത്തായാലും ആരുടെ അടുത്തായാലും അതേ ഉള്ളൂ. VS മനസ്സിൽ മുഴുവൻ സ്നേഹം വെച്ചിട്ടുള്ള ഒരാളാണ്. സ്നേഹം വെച്ചിട്ട് വേറെ അഭിനയിച്ചിട്ട് ഉള്ള ഇതേ അല്ല. സമാനതകളില്ലാത്ത അന്ത്യയാത്രാ മൊഴിയാണ് കേരളം VSന് നൽകിയത്. VS നമ്മളാണ് ശരി എന്ന പ്രയോഗം മുൻപുണ്ടായിട്ടുണ്ട്. അത്രമേൽ VS ഈ നാടിന് പ്രിയപ്പെട്ട ആളായിരുന്നു. മുഖ്യമന്ത്രി അനുശോചന പ്രസംഗത്തിൽ പറഞ്ഞതുപോലെ ആധുനിക കേരളത്തെ സൃഷ്ടിക്കുന്നതിൽ ഏറ്റവും മുഖ്യമായ പങ്കുവഹിച്ച മഹാരഥന്മാരിൽ, ചുരുക്കം മഹാരഥന്മാരിൽ ഒരാളാണ് VS എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. അതുതന്നെയാണ് യഥാർത്ഥത്തിൽ തെരുവീഥികളിൽ കണ്ടത്. അദ്ദേഹം ചെങ്കൊടി കുത്തി നിർത്തിയത്, ഉയർത്തിക്കെട്ടിയത് കേരളത്തിൻ്റെ അല്ലെങ്കിൽ രാഷ്ട്രീയത്തിൻ്റെ ഒക്കെ ഹൃദയപക്ഷത്താണ് എന്നതിൻ്റെ തെളിവ് ഇപ്പോഴും ഇവിടെ കാണാം. വീഡിയോ ജേർണലിസ്റ്റ് സബിൻ ചെത്തിലിനൊപ്പം റിപ്പോർട്ടർ സജോ ദേവസ്യ, ഇൻ റിപ്പോർട്ടർ, ആലപ്പുഴ.